ഇത് മലയാളമാണ്. ഇനിയിപ്പം ഇതൊരു ഞങ്ങളുടെ താരങ്ങളിലനുസരിച്ച് പാട്ട് എങ്ങനെ പാടും എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തായ്ലാൻഡ് ഫുക്കറ്റിലെ 2ാം ദിവസമാണ്. ഇന്നിവിടെ മായ ബേ ബീച്ചിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പം ആദ്യം ഒരു ബീച്ച് കഴിഞ്ഞു, ഇപ്പോൾ 2ാമത്തെ ബീച്ചാണിത്. ആരെങ്കിലും തായ്ലാൻഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. Right. Atta chakka makataja chakka makataja chakka makataja takagum atta chakka makataja chakka makataja chakka makataji ummere ഇത് ഫിഫ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു ഐലൻഡാണ്. ഇത് ഭയങ്കര മനോഹരമായ ഒരു ഐലൻഡാണ്. ഇതൊരു ചെറിയ ഐലൻഡാണ്, പക്ഷേ നമ്മൾ പോകുന്നത് ഫിഫ ഐലൻഡ് എന്ന് പറയുന്ന വലിയ ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെയാണ് സ്കൂബി ഡൈവ് ഒക്കെ ഉള്ളത്. ഞാനെന്തായാലും സ്കൂബി ഡൈവിന് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ടൊരു സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് നോക്കാം എങ്ങനെയാണ്, കടലിൽ ഇറങ്ങണോ വേണ്ടോ എന്നൊക്കെ. എന്തായാലും വളരെ മനോഹരമായ ഒരു ജേണിയാണിത്. ഇതിനിടയിൽ ചെറിയ മീനുകളൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ്. ബീച്ചാണ്. ഹാപ്പിയാണോ?
by name. I want to go up. അടുത്ത സ്ഥലത്തേക്ക് നമുക്കിനി പോയി നോക്കാം. ഇവിടെ അടിപൊളിയായിരുന്നു. ഇവിടെ കടലിനടിയിലൊക്കെ പോയി അപ്പോൾ മീനെയും പവിഴപ്പുറ്റിനെയൊക്കെ കാണാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു. പിടിച്ച് മീന് കണ്ടോ? ഓ ഷാർക്ക്. ഷാർക്കിന്റെ കുഞ്ഞു പോകുന്നു. സത്യം Yeah. In the middle. Yes. ബേ ബീച്ചിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പം ആദ്യം ഒരു ബീച്ച് കഴിഞ്ഞു, ഇപ്പം രണ്ടാമത്തെ ബീച്ചാണിത്. ഇത് ആക്ച്വലി ഈ കടലിൻ്റെ നടുക്കൊരു ചെറിയ ദ്വീപാണിത്. ഇത് വെള്ളം കയറുന്ന സമയത്ത് ഇത് മുഴുവനും വെള്ളമാകും. പക്ഷേ 4 മലകളാൽ ചുറ്റപ്പെട്ട ഒരു ബീച്ചാണ്. വളരെ രസകരമായ ഒരു ബീച്ചാണ്. ആരെങ്കിലും തായ്ലാൻഡിലേക്ക് വരുവാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഇത് നല്ല ശക്തിയായി സുനാമിയോ വെള്ളപ്പൊക്കമോ ഒക്കെ വരുവാണെങ്കിൽ ഈ വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവർ പറഞ്ഞു അങ്ങോട്ട് കൂടുതൽ താഴേക്ക് ഇറങ്ങരുത്, കാരണം ഷാർക്കുണ്ട്. ഷാർക്ക് വെള്ളം കുറവാണെങ്കിലും ഷാർക്ക് ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. ശരിക്കും ഷാർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബ്ലഡൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷാർക്കിന് സിഗ്നൽ കിട്ടി ഷാർക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അവർ മാക്സിമം അങ്ങോട്ട് ഇറങ്ങരുത്.
കണ്ടു കഴിഞ്ഞാൽ വെള്ളം നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഇത് തോന്നും. പക്ഷേ അവർ സ്പീക്കർ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങല്ലേ, സൈഡിൽ നിന്ന് നിങ്ങൾ കണ്ടോളൂ എന്നാണ് പറയുന്നത്. അപ്പം വരുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ്. അപ്പം ഈ തായ്ലാൻഡിലെ ഈ സന്തോഷകരമായ അടുത്ത ദിവസത്തെ വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.